അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വിശാഖപട്ടണത്താണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച മറ്റേ അന്തർവാഹിനി സബ്മറൈൻ്റെ അതേ ഓപ്പോസിറ്റ് റോഡ് സൈഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ നമ്മളുടെ ഇന്ത്യൻ നേവിയിൽ സർവീസ് ചെയ്ത ആ ഒരു സബ്മറൈനിൻ്റെ ഉള്ളിലെ കാര്യങ്ങളും വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്ത്യൻ നേവിയുടെ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയം ഉണ്ട് ഇവിടെ. ആ എയർക്രാഫ്റ്റ് മ്യൂസിയം നമ്മൾ അന്ന് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഫൈറ്റർ ജെറ്റുകളും പ്ലെയിനുകളും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ മ്യൂസിയത്തിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് വിശാഖപട്ടണത്താണ്. ഇതുണ്ട്, ഇതിൻ്റെ പുറകിൽ ഏതോ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്, സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്, എന്തുവാണെന്ന് അറിയത്തില്ല. ഇതാണ് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് വിശാഖപട്ടണത്തെ ഒരു ബീച്ചിൻ്റെ ഒരു സൈഡെന്ന് പറഞ്ഞാൽ. അപ്പോൾ സബ്മറൈൻ ആണ് അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണുക, അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് എയർക്രാഫ്റ്റ് മ്യൂസിയം നേവിയുടെ. അപ്പോൾ നമുക്ക് നേരെ മ്യൂസിയത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മ്യൂസിയം, TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയം എന്നാണ് ഇതിൽ എഴുതി വെച്ചേക്കുന്നത്. ഇത് VMRDA, അതായത് എനിക്കൊന്ന് വിശാഖപട്ടണം മുനിസിപ്പൽ എന്തോ സംഭവം തോന്നുന്നു, ഇൻ അസോസിയേഷൻ വിത്ത് ഇന്ത്യൻ നേവി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ നേവിയും വിശാഖപട്ടണം ആന്ധ്ര യൂണിവേഴ്സിറ്റി വിശാഖപട്ടണം അതിൻ്റെ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൂടെ ചേർന്നിട്ടാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പരിപാടികളൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഇവിടെ ഉണ്ട്. നമുക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് ഇവിടെ. ടിക്കറ്റ് വീണ്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അവിടെ നിന്ന് എടുത്തത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ഏതാണ്ട് കൊണ്ട് എഴുതിയ 3 ലൊക്കേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയും 70 രൂപ തന്നെയാണ് ടിക്കറ്റ് ഫീ എന്ന് പറഞ്ഞാൽ. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് നമുക്ക് പ്രത്യേകം ചാർജുണ്ട്. അവിടെ തന്നെ നമ്മുടെ എയർക്രാഫ്റ്റ്, ഒരു വലിയ എയർക്രാഫ്റ്റ് നേവിയുടെ ഇൻ 312 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്, ഇത് എയർ കണ്ടീഷനാണ്. ഇത് എൻ്റെ ഫോട്ടോ ഞാൻ തന്നെ കാണുന്നു. ഇതാണ് നേവിയുടെ ഒരു മ്യൂസിയം എന്ന് പറഞ്ഞാൽ. വേറെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. 1988, 1992 എനിക്ക് തോന്നുന്നു ആ ഒരു ക്ലോക്കാണെന്ന് തോന്നുന്നു. അന്നത്തെ കാലത്ത് വെച്ചാൽ ഇതതിൻ്റെ പ്ലാനാണ്, സൈറ്റിലെ പ്ലാനാണ്. അതായത് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറഞ്ഞത്. ഇത് മറ്റേ നമ്മുടെ സബ്മറൈൻ വെച്ചിട്ടുണ്ട്, ബേ ഓഫ് ബംഗാൾ, അറേബ്യൻ സീ, ഇതൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്ന എയർക്രാഫ്റ്റിൻ്റെ സംഭവം എന്ന് പറഞ്ഞത്. ഇവിടെ വിശാഖം എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഇവിടെ മെയിനായിട്ട് കാണാനുള്ള സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചത്. ബോറ കേവ്സ്, അരക്കുവല്ല്, വിശാഖ സ്റ്റീല്, അതായത് വിശാഖപട്ടണത്തിലെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ അടയാളപ്പെടുത്തിയത്. സിംഹാചലം, കൈലാസഗിരി. പിന്നെ എഴുതിയത് TU-142 മ്യൂസിയം, പ്ലീസ് മെയിൻറ്റെയിൻ 6 feet ഓഫ് സോഷ്യൽ ഡിസ്റ്റൻസ്. എനിക്ക് തോന്നുന്നു ഇത് കോവിഡിൻ്റെ ടൈമിൽ എഴുതി വെച്ചേക്കുന്നതായിരിക്കും. അത് തന്നെ കോവിഡിൻ്റെ ടൈമിൽ എഴുതി വെച്ചേക്കുന്നത്. നമുക്ക് എന്തായാലും അകത്തേക്ക് എൻട്രീന്ന് കാണിക്കാം. ഹെറിറ്റേജ് സോൺ എന്നാണ് കൊടുത്തേക്കുന്നത്. ആൻഡ്രേ ടുപ്പോളോ നല്ല റഷ്യൻ ഓഫീസറാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. അപ്പോൾ ആൻഡ്രേ മിലിറ്ററി ഓഫീസർ, അദ്ദേഹത്തിൻ്റെ എഴുതി വെച്ചാൽ അദ്ദേഹം ആയിരിക്കും കണ്ടുപിടിച്ചത്. അതെ കേട്ടോ, റഷ്യൻ എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആർമി ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തത്. അദ്ദേഹം ഈ ഫ്ലൈറ്റ് എനിക്കൊന്ന് കണ്ടുപിടിക്കുന്നത്, ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത്. പിന്നെ അതിൻ്റെ മറ്റേ ആൽബട്രോസിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചില്ലിൻ്റെ അകത്ത് ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു പക്ഷിയുടെ ഇതിൽ നിന്നായിരിക്കണം ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഇത് കൊടുത്തേക്കുന്നത്. അദ്ദേഹമായിരിക്കും മറ്റേ നമ്മൾ പറഞ്ഞ ആൻഡ്രേ എന്ന് പറയുന്ന ടുപ്പളോ എന്ന് പറയുന്ന ആ മിലിറ്ററി എഞ്ചിനീയറാണ് അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത്. ആ ഫ്ലൈറ്റിൻ്റെ സംഭവങ്ങൾ, അതായത് സ്കെച്ച് TU-142M എയർക്രാഫ്റ്റ് ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ ആൻഡ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന സംഭവത്തിൻ്റെ
ഇതാണ് കാണിച്ചിരിക്കുന്നത് പറഞ്ഞത്. ബ്ലാക്ക് ബോക്സിൻ്റെ ഫുള്ള് ഓറഞ്ച് കളറിലാണ് ഈ ബ്ലാക്ക് ബോക്സ് ഫ്ലൈറ്റ് റെക്കോർഡർ എന്ന് പറഞ്ഞ് കാണിച്ചത്. ഇതാണ് നമ്മൾ വിമാനങ്ങളൊക്കെ അപകടത്തിൽപ്പെടുമ്പോൾ ഈ സാധനം കണ്ടെടുക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രമിക്കുന്നത്. ഇതിൻ്റെ അതാണ് ഫ്ലൈറ്റിൻ്റെ ഫുള്ള് റെക്കോർഡ്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ സാധനം, ബ്ലാക്ക് ബോക്സിൻ്റെ ഒറിജിനാണ്. അത് ടച്ച് ചെയ്തിരുന്നത് ഇതാണ് നമ്മുടെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് നേരിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ബ്ലാക്ക് ബോക്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സാധനമാണ് ബ്ലാക്ക് ബോക്സ്. ഇതാണ് കടലിലൊക്കെ പോയി വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ എന്താ പറയുന്നത്, ഇത് പൈലറ്റ് സ്റ്റേഷൻ, അതിൻ്റെ കോക്പിറ്റാണ്. കോക്പിറ്റിൻ്റെ ഒരു ഭാഗത്തിൻ്റെ വ്യൂ ആണ് ഈ കാണുന്നത് പറഞ്ഞാൽ. ഫ്ലൈറ്റിൻ്റെ റഡാറും കാര്യങ്ങളും എല്ലാം. ഡോണ്ട് ടച്ച് ദ ആക്റ്റീവ് മാക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും പിള്ളേരൊക്കെ വന്ന് ടച്ച് ചെയ്ത് നോക്കും. പയ്യൻ അത് മിക്കവാറും ഇത് ഇന്ന് പറപ്പിക്കുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും ഇത് പൈലറ്റിൻ്റെ കോക്പിറ്റാണ്. കോക്പിറ്റിൻ്റെ സംഭവങ്ങളാണ്. ഇതൊരു സാധനമാണ്. ഒരു ഭാഗമാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിൽ ഇരിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബോധമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. അതായത് ഇവിടുത്തെ കയറി ഇരിക്കാൻ വേണ്ടി പോകും. അതൊക്കെ 1965 മുമ്പ് ഇന്ത്യൻ നേവിയിൽ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ആ ഒരു എയർക്രാഫ്റ്റ്. അതിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടാണ് ആ കോക്പിറ്റിൻ്റെ സാധനം എടുത്ത് വെച്ചേക്കുന്നത്. അതിലൊക്കെ അങ്ങനെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് പറഞ്ഞാൽ എങ്ങാനും പൊടിഞ്ഞ് താഴെ പോയി കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ പിള്ളേർ കുറച്ചൊക്കെ നമുക്ക് വിദ്യാഭ്യാസം മാത്രമല്ല ഒരു വിവേകം കൂടെ വേണ്ട. വിവേകത്തോടു കൂടി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പെരുമാറുന്നുണ്ട്. എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്നൊക്കെ മനുഷ്യർ അറിഞ്ഞിട്ട് പെരുമാറണം. ആ ഒരു സാധനത്തിലൊക്കെ കയറിയിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നാണ് അത് ചെരിഞ്ഞ് വീഴണ്ടോ. ഇത്രയും പഴയ സാധനമാണത്. ഇതൊക്കെ റഷ്യയിൽ നിർമ്മിച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ. പിന്നെ എസ്കേപ്പ് മ്യൂറൽ എന്ന് പറയുന്നൊരു സാധനം ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് എനിക്ക് വന്ന പാരച്യൂട്ടിൽ ജമ്പ് ചെയ്യുന്ന സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു ഫ്ലൈറ്റിൽ നിന്ന് അവർ ജമ്പ് ചെയ്തേക്കുന്നത്. ഇനി ഈ ഒരു ഒറിജിനൽ ഫ്ലൈറ്റ് നമ്മൾ ഇവിടെ തന്നെ അവിടെ മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം അങ്ങോട്ട് പോകുമ്പോൾ. ഇങ്ങനെയാണ് അതിൻ്റെ അവരൊരു ഡെമോ പോലത്തെ സംഭവം ഇവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ത്യൻ നേവി. പിന്നെ ഇന്ത്യൻ നേവി യൂണിഫോംസ്, ഇന്ത്യൻ നേവിയിൽ ഉപയോഗിക്കുന്ന യൂണിഫോംസിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തന്നെ കണ്ടോ, ഇത് കേഡറ്റ് ആയിരിക്കാനുള്ള യൂണിഫോം. പിന്നെ ഓഫീസേഴ്സ്, അതായത് ഓരോ സംഭവങ്ങൾ ഓരോ സമയത്ത് ഉപയോഗിക്കുന്ന യൂണിഫോംസിൽ ഇത് പൈലറ്റിൻ്റെ യൂണിഫോമാണ്. നേവി പൈലറ്റ് ഉപയോഗിക്കുന്ന യൂണിഫോമാണ് എന്ന് പറഞ്ഞാൽ. പിന്നെ പൈലറ്റിൻ്റെ റോൾസും കാര്യങ്ങളൊക്കെ അവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ഫ്ലൈറ്റ് എഞ്ചിനീയറുടെ യൂണിഫോമാണിത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, ഓരോ യൂണിഫോമിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ ഇവിടെ കറക്റ്റായിട്ട് ഫ്ലൈറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒബ്സർവർ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. ഇത് പൂജ യാദവ് എന്ന് പറയുന്നൊരു, അതൊക്കെ അതിലുണ്ടായിരുന്ന ഒരു സ്റ്റാഫ് ആയിരിക്കണമെന്ന് വിചാരിക്കുന്നത്, അറിയത്തില്ല. എന്തായാലും നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പൂജ യാദവ് എന്ന് പറഞ്ഞ്. അപ്പം ഫ്ലൈറ്റ് ഒബ്സർവറുടെ ഡ്യൂട്ടി എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലൈറ്റ് ഗണ്ണർ എന്ന് പറയുന്ന ഓഫീസറുടെ യൂണിഫോമാണ് ഇതെന്ന് പറഞ്ഞാൽ. ഫ്ലൈറ്റ് ഗണ്ണറുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇത് ഫ്ലൈറ്റ് സിഗ്നലിൻ്റെ ഓഫീസറാണിത്. അദ്ദേഹം ഉപയോഗിക്കുന്ന യൂണിഫോമാണ് ഇതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫ്ലൈറ്റ് സിഗ്നലറിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എയർ ടെക്നിക്കൽ ഓഫീസറിൻ്റെ കോമ്പാക്റ്റ് യൂണിഫോമാണ് തോന്നുന്നത് കേട്ടോ. ഇത് കോമ്പാക്റ്റ് യൂണിഫോമാണ്. അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൻ്റെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടീസ് എന്താണ്. അടുത്ത ഇനി എക്യുപ്മെൻറ്റ്സ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം നേവിയിൽ ഫ്ലൈറ്റിലൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സ് ആണ് സോണോബോയ്, RGB-1A. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കണ്ടിട്ട് മിസൈൽസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. മിസൈൽസിൻ്റെ സംഭവങ്ങൾ പോലെയാണെന്ന് തോന്നുന്നത്. എന്തുവാണെന്ന് അറിയത്തില്ല എനിക്ക്, പക്ഷെ അതിനെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. പിന്നെ എയർ ബോട്ടിൽ, ഓക്സിജൻ ടാങ്ക് ആ ഫ്ലൈറ്റിൽ, പിന്നെ ടർബോ ജനറേറ്റർ വെച്ചിട്ടുണ്ട്. സോണോബോയ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തുവാന്ന് സോണോബോയ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. സോണോബോയ് ഉണ്ടോ, ആ സോണോബോയുടെ ടൈപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫോട്ടോ. അതായത് ഈ ഫ്ലൈറ്റിൽ നിന്ന് ഈ ഇടുന്ന നമ്മളുടെ ഇരിക്കുന്ന സാധനം ഇത് ഈ സോണോബോയ് എന്ന് പറയുന്ന സാധനം കടലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇതിൽ നിന്ന് സിഗ്നൽ പിടിച്ച്, അതായത് സബ്മറൈൻ അടിയിലുണ്ട്, അതിലേക്ക് ഇതിൽ നിന്ന് വരുന്ന സിഗ്നൽ ആ സബ്മറൈനെ തട്ടി വന്നിട്ട് ഇത് ഫ്ലൈറ്റിലേക്ക് നേരെ കൊടുക്കും. അങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പരിപാടി എന്ന് പറഞ്ഞത്.
അവിടുത്തെ സെഗ്മെന്റ് സോണോബോയ് എന്ന് പറയുന്നത് ഇതാണ്. സെഗ്മെന്റ് ആയിട്ടുള്ള സോണോബോയ്സ്. നമ്മൾ ചില ഇംഗ്ലീഷിന്റെ പഴയ പടങ്ങളിലൊക്കെ ഈ സോണോബോയുടെ ഒക്കെ യൂസേജ് നമുക്ക് ഈ പഴയ റഷ്യൻ പടങ്ങളിലും ചൈനീസ് പടങ്ങളിലൊക്കെ ഇംഗ്ലീഷ് വാർ പടങ്ങളൊക്കെ ഇല്ലേ, ആ പടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ചില പടങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ ഇപ്പം എനിക്ക് ഈ ഒരു രൂപം കണ്ടിട്ട് അത് തന്നെയാണെന്ന് തോന്നുന്നു. സോണോബോയ്സ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഇതെന്താണ്, പ്രൊപ്പല്ലർ, ഫ്ലൈറ്റിന്റെ ആ പ്രൊപ്പല്ലറാണ്. അന്നത്തെ ആ ഫ്ലൈറ്റിന്റെ പ്രൊപ്പല്ലറാണ് എഴുതി വെച്ചിട്ടുണ്ടോ. പ്രൊപ്പല്ലറിന്റെ ഒരു ഭാഗമാണ്. ആ പ്രൊപ്പല്ലറിന്റെ എഞ്ചിനുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു ഭാഗമാണ് ഈ വന്നേക്കുന്നത്. പ്രൊപ്പല്ലർ ഹബ്ബ്, അതെ, ഈ പ്രൊപ്പല്ലറാണ് ഈ ഒറിജിനൽ പ്രൊപ്പല്ലറാണ് ഈ ഇരിക്കുന്നതെന്ന് പറയുന്നത് കണ്ടോ. പിന്നെ ഇപ്പറേ സോണോബോയ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതാണ് സോണോബോയ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എഞ്ചിൻ, ആ ഫ്ലൈറ്റിന്റെ എഞ്ചിനാണ്. അന്നത്തെ കാണാമെന്ന് വിചാരിക്കുന്നു. വ്യക്തമായിട്ട് കാണാം കേട്ടോ. ഇതാണ് ആ ഫ്ലൈറ്റിനെ മുന്നോട്ട് അന്ന് നയിച്ചിരുന്ന എഞ്ചിനാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും വലിയൊരു എഞ്ചിനാണ് ഇതെന്ന് പറഞ്ഞത്. അവിടെ ആ ഫ്ലൈറ്റ് അന്ന് ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ പടങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. അന്നത്തെ അവരുടെ ബോംബിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ആണ് തോന്നുന്നു കൊടുത്തേക്കുന്നത്. TU ഫാക്സ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തേക്കുന്നത്. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ സാധാരണ ഡിങ്കി ബോട്ട് എന്നൊക്കെ പറയത്തില്ല, ഫയർഫോഴ്സുകാർക്ക് ഉപയോഗിക്കുന്നത്, നേവിയിൽ ഉപയോഗിക്കുന്ന ബോട്ടാണ് ഇത്. പൈലറ്റിൻ്റെ സീറ്റാണ്, പൈലറ്റിൻ്റെ സീറ്റ്. ഇത് നമ്മുടെ എയർക്രാഫ്റ്റിൻ്റെ ടയറാണ് ഇത് കിടക്കുന്നത് അല്ല. 1450x450 സൈസ്. ഇതാണ് നമ്മുടെ ആ ഫ്ലൈറ്റ് എയർക്രാഫ്റ്റ്. പിന്നെ എനിക്ക് തന്നെ ആ സർവൈവൽ കിറ്റ് എന്നാണ് അതിൻ്റെ അത് കൊടുത്തേക്കുന്നത്. സർവൈവൽ കിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാണ്? എന്നുവെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ അതായത് സർവൈവലിന് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന കിറ്റുകളായിരിക്കും അത്. എന്തൊക്കെയാണ്, എന്തെങ്കിലും വാറിൻ്റെ ടൈമിലൊക്കെ എമർജൻസി ഫുഡുണ്ട്, എമർജൻസി വാട്ടർ. അന്ന് വാട്ടറൊക്കെ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ 500 മില്ലിയുടെ ഇതിലാണ്. എമർജൻസി ഫുഡ്, മെഷറിങ് ജാറ്, ബുള്ളറ്റ് ഉണ്ട്, 23 mm ബുള്ളറ്റ് ഫോർ ടെയിൽ ഗൺ എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്. അതാണ്. വാട്ടർ പ്രൂഫ് മാച്ച് ബോക്സ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ട്. പിന്നെ അവരുടെ ഒരു മാനുവൽ. ഓക്കെ, കൊടുത്തേക്കുന്നത് സീ വാട്ടർ ആക്ടിവേറ്റഡ് ലാമ്പ് എന്ന് വെച്ചാൽ കടലിൽ എനിക്ക് ഇന്ന് താഴെ പോയി കഴിഞ്ഞാൽ അത് ജമ്പ് ചെയ്ത് കടലിൽ വീണ് കഴിഞ്ഞാൽ ഇത് കത്തുന്നതനുസരിച്ചായിരിക്കും അവരെ ആൾക്കാർ വന്ന് അല്ലെങ്കിൽ റെസ്ക്യൂ ടീം കൊണ്ട് കണ്ടുപിടിക്കുന്നത്. അതിനുള്ളതായിരിക്കും ഈ സീ വാട്ടർ ആക്ടിവേറ്റഡ് ലാമ്പ് എന്ന് പറയുന്നത്. അതാണെന്ന് തോന്നുന്നു. അതിനൊരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. സർവൈവൽ പാക്ക് ഉണ്ട്, ഫോൾഡബിൾ ആൻറ്റിനയുണ്ട്. പിന്നെ സുറ്റാപ്പ ബാറ്ററിയാണത്. ക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്നത്. ഇത് പിന്നെ അന്നത്തെ ബോട്ടാണ്. നമ്മൾ ഈ ഡിങ്കി ബോട്ടിൻ്റെ തന്നെ വേറെ സാധനമാണ്, ടെൻറ്റ് പോലത്തെ ബോട്ടൊക്കെ ഉണ്ട്. ഇതാ ഒരു ബോട്ടാണ്, അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ബോട്ടുകളാണ് ഈ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ബോട്ടിൻ്റെ രൂപമാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ട് വരുന്നുണ്ട്. ഇത് മറ്റേ നമ്മളുടെ ബോംബാണ്, എയർ ബോംബാണ് കൊടുത്തേക്കുന്നുണ്ടോ. PLAB 250-120 ബോംബാണിത്. ഇതാണ് ആ ബോംബെന്ന് പറഞ്ഞാൽ. ഇതാണ് ആ എയർക്രാഫ്റ്റിൽ നിന്ന് യൂസ് ചെയ്യുന്ന ബോംബാണ്. അതിൻ്റെ കൊടുത്തേക്കുന്ന ആ ബോംബിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇത് പിന്നെ ഉണ്ടോ ഈ ഒരു പൈപ്പ് പോലിരിക്കുന്ന സാധനമാണ്. ഇത് മിസൈലാണ് കേട്ടോ. APR-2E കാണിച്ചു തരാം. മിസൈലിന് ഇതിൻ്റെ പേര് കണ്ടോ. ഇത്രയും വലിയൊരു മിസൈലാണ് നമ്മൾ ആ ഫ്ലൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നീളം തന്നെ കണ്ടില്ല, അവർ ചെരിച്ചാണ് വെച്ചേക്കുന്നത്. ആ അറ്റത്ത് നിന്ന് അത്രയും നീളമുള്ളൊരു മിസൈലാണിത്. അപ്പോൾ ആ മിസൈലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. മിസൈൽ APR എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മാസ് 575 കിലോ, ലെങ്ത് 3700 mm കൊടുത്തേക്കുന്നത് കേട്ടോ. സ്പീഡ് 115 km/h. ഈ ഒരു സാധനം 115 കിലോമീറ്റർ സഞ്ചരിക്കും ഒരു പെർ അവറിലെന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി അടുത്ത റൂമിലേക്ക് പോകാം. ഇത് ഹോളോഗ്രഫി എന്ന് പറയുന്ന റൂമാണ്. ഹോളോഗ്രഫി. പക്ഷെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് എന്ത് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഈ ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്. ഹോളോഗ്രഫി ഒരു ഡാർക്ക് റൂം പോലത്തെ ഒരു സംഭവമാണ്. അത് വേറെ ഒന്നും ഇവിടെ ഭിത്തിയിലൊന്നും എഴുതിയിട്ടില്ല. ഇതിൽ അടുത്ത റൂം എന്ന് പറയുമ്പോൾ വാർ സോണാണ്. അപ്പം ഇനി വാർ സോണിലും ഇവിടെ വേറൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഒരു ഫ്ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. അതിൻ്റെ മോഡൽ, ആ ഒരു ഫ്ലൈറ്റിൻ്റെ മോഡൽ തൂക്കിയിട്ടുണ്ട്.
പിന്നെ അന്നത്തെ എനിക്ക് ആ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ആ എയർക്രാഫ്റ്റ് പങ്കെടുത്ത വാറിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതെ, പിന്നെ സബ്മറൈൻ തകർക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. സബ്മറൈൻസ്, ഈ ഫ്ലൈറ്റ് തകർത്ത സബ്മറൈൻസ് മുങ്ങിക്കിടക്കുന്നതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നു ഈ ഒരു ദൃശ്യ അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഡെമോ കൊണ്ട് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. ഇതെല്ലാം ഇവിടെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള സംഭവം വരുന്നത് കേട്ടോ. ഇത് ഡൊണേറ്റഡ് ബൈ വൈസ് അഡ്മിറൽ ദിലീപ്, ആക്കി വായിക്കാൻ പറ്റില്ല, PVSM AVSM അദ്ദേഹം ഡൊണേറ്റ് ചെയ്തതാണ്. അടുത്ത സാവിത്രി ഖനോൾക്കർ. സാവിത്രി ഖനോൾക്കർ എന്ന് പറയുന്നത് അതിന് അദ്ദേഹത്തിന് മേഡത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവരൊരു ഇംഗ്ലീഷുകാരിയാണ്. പിന്നീട് അവർ ഇന്ത്യയിൽ വന്നതിന് ശേഷമുള്ള പേരാണെന്ന് തോന്നുന്നു. പിന്നെ വിശിഷ്ട സേവാ മെഡൽ, നമ്മുടെ നേവി അല്ലെങ്കിൽ രാജ്യം കൊടുക്കുന്ന മെഡലുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിശിഷ്ട സേവാ മെഡലിൻ്റെ ഒരു മോഡലുണ്ട്. അതുപോലെ നൗസേന മെഡലിൻ്റെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ആ മെഡൽസ് ഒക്കെ എന്തിനാണ് കൊടുക്കുന്നത്? നമ്മൾ ഈ ആർമി ഓഫീസേഴ്സിലൊക്കെ കണ്ടില്ല, AVSM PVSM എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫുൾ ഫോം PVSM പരം വിശിഷ്ട സേവാ മെഡൽ, അങ്ങനെയുള്ള ഓരോന്ന്. AVSM അതിവിശിഷ്ട സേവാ മെഡൽ, VSM വിശിഷ്ട സേവാ മെഡൽ, നൗസേന മെഡൽ NM എന്ന് പറയും. അപ്പം അതൊക്കെ ഏത് സന്ദർഭങ്ങളിലാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഉണ്ടോ. പിന്നെ INS രജലി എക്സലൻസ് എ വേ ഓഫ് ലൈഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്രസൻറ്റഡ് ബൈ ദ കമാൻഡിംഗ് ഓഫീസേഴ്സ് ആൻഡ് മെൻ ഓഫ് INS രജലി ടു വൈസ് അഡ്മിറൽ HCS PVS, പിന്നെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഈസ്റ്റേൺ നേവൽ കമാൻഡ്, അദ്ദേഹത്തിന് കൊടുത്തേക്കുന്ന ഒരു മൊമെൻ്റോ പോലത്തെ സാധനമാണ്. അദ്ദേഹം അത് ഇവിടെ ഡൊണേറ്റ് ചെയ്തത്. പിന്നെ ബെസ്റ്റ് എയർ സ്ക്വാഡ്രൻ്റെ അവാർഡുകൾ, ഇതൊക്കെ നേവിയിൽ കൊടുക്കുന്ന സ്ക്വാഡ്രൻ മോട്ടോ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവാർഡ്സ് ആൻഡ് ഹോണേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളുടെ നേവി ഓഫീസേഴ്സിൻ്റെ എല്ലാം ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവരൊക്കെ ആണ് എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോസൊക്കെ നടന്ന് ഇവരൊക്കെ ആയിരിക്കും ഈ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഈ നേവിയുടെ മെയിനായിട്ടുള്ള എന്തെങ്കിലും യുദ്ധത്തിലൊക്കെ ലീഡ് ചെയ്ത ആളുകളാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റുമായിരിക്കും അവരുടെ കോൺട്രിബ്യൂഷൻ. ഇത് AV റൂമാണ്, ഡോൺ ടച്ച് എന്ന് എഴുതി. അപ്പോൾ അത് AV റൂം എന്ന് പറയുന്നത് അത് ഓപ്പൺ ആയിട്ടില്ല, ഡോൺ ടച്ച് എന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇത് വാർസോണിൻ്റെ തന്നെ വേറൊരു സ്ഥലമാണ് ഇത്. പിന്നെ ഇതിപ്പോൾ ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. നമ്മുടെ ആന്ധ്രയുടെ CM ചന്ദ്രബാബു നായിഡു സാറിൻ്റെ ഫോട്ടോ ഉണ്ട്. അവർ ഈ ഒരു മ്യൂസിയം പണിയാൻ വേണ്ടി അവർ ആ സമയത്ത് അത് ഇവിടെ മ്യൂസിയം ഓപ്പൺ ആക്കിയല്ലോ, ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് തോന്നുന്നത്. കണ്ടോ, താങ്ക് യു അഡ്മിറൽ എന്ന് പറഞ്ഞ ഫോട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ അന്ന് ഇതുണ്ട്, അത് ഉണ്ട് ആ സബ്മറൈൻ്റെ ഉള്ളിൽ അദ്ദേഹം നിൽക്കുന്ന ഫോട്ടോ ഉണ്ട്. ഇതെല്ലാം അപ്പോൾ ഇന്ന് ഈ ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തപ്പം നേവി ഓഫീസേഴ്സും CM-ഉം രാഷ്ട്രപതി, നമ്മുടെ മുൻ രാഷ്ട്രപതിയും എല്ലാം കൂടെ ചേർന്നിട്ട് രാഷ്ട്രപതി അദ്ദേഹത്തിൻ്റെ വൈഫും രാഷ്ട്രപതി വിസിറ്റ് ചെയ്ത്. അപ്പം അന്ന് ഇത് കമ്മീഷൻ ചെയ്ത സമയത്ത്, ഈ മ്യൂസിയം കമ്മീഷൻ ചെയ്ത സമയത്ത് അവർ വന്നെടുത്ത ഫോട്ടോസാണ് തോന്നുന്നു. ഇവിടെയെല്ലാം അതിൻ്റെ തന്നെ ഫോട്ടോസാണ്. അപ്പോൾ ഇത്രയാണ് ഇവരുടെ വാർ മ്യൂസിയത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എക്സിറ്റ് അവിടെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഫോട്ടോസ്, ക്രാഫ്റ്റിൻ്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. എന്നാലും നമുക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് ആ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുമോ നോക്കാം. ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കയറിയപ്പോഴേ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് സോറി വേണ്ട, ഇതാണ് അതിൻ്റെ ഫ്ലൈറ്റ് വേ ടു എയർക്രാഫ്റ്റ്. നമ്മുടെ എയർക്രാഫ്റ്റിലേക്ക് പോകാനുള്ള വഴി ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എയർക്രാഫ്റ്റിൻ്റെ വെളിയിൽ നിന്നുള്ള നമ്മൾ ഇത്ര നേരം കണ്ട എയർക്രാഫ്റ്റിൽ അതിൻ്റെ ഇതിൻ്റെ അകത്തെ സംഭവങ്ങളാണ് ഇത്ര നേരം നമ്മൾ കണ്ടത്. കണ്ടോ ഈ സാധനം. ഇനി നമുക്ക് നേരെ അകത്തേക്ക് പോയിട്ട് അതിൻ്റെ കാഴ്ചകളും കൂടി കണ്ടിട്ട് വരാം. അതിന് ശേഷം താഴെ വന്ന് നോക്കാം. ഞാനാണ് ടിക്കറ്റ് കൈ കിട്ടിയ മുതൽ ഇങ്ങനെ ചുട്ടി പിടിച്ചിരിക്കുക. അതിപ്പം ഒരു പരമായി. കാരണം ഈ ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം ബാക്കിയുള്ളവർ ചില ആൾക്കാരൊന്നും വീഡിയോ എടുക്കുന്നില്ല. അപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന കാരണം എങ്ങാനും അവർ ചോദിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോൾ ചില സെക്യൂരിറ്റീസ് വന്ന് ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൈ തന്നെ വെച്ചത്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ കയറി ആ ഫ്ലൈറ്റിനുള്ളിലേക്ക് പോകുന്നത്. കണ്ടോ, അവിടെയാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ്. ഇതിലാണ് നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന പോലെ തന്നെ സെയിം
ഇതാണ് നമ്മളുടെ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൻ്റെ അകത്തെ ഓരോ കാര്യങ്ങളും, ഇത് പങ്കെടുത്ത യുദ്ധങ്ങളും അതിൽ തകർത്തിരുന്ന കാര്യങ്ങൾ. അതിൻ്റെ ആ വിങ്സിൻ്റെ നീളം കണ്ടോ, ഈ സൈഡിൽ നിന്ന് തുടങ്ങി എത്ര മീറ്ററാന്ന് ചോദിക്കുക. ഇതാണ് അതിൻ്റെ പ്രൊപ്പലർ, അല്ല മറ്റേ ഇതിലേക്ക് പ്രൊപ്പലർ തന്നെ അതാണ് അവിടെ കണ്ടോ, ഇത്രയും നീളമുള്ളതാണ്. അപ്പം അതിൻ്റെ മുന്നിൽ കാണുന്ന അതിൻ്റെ എനിക്കൊന്ന് ആകാശത്തിൽ നിന്ന് വെച്ച് തന്നെ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നൊരു എയർക്രാഫ്റ്റാണ് തോന്നുന്നത്. ഇന്ത്യൻ നേവിയുടെ നമ്മുടെ ഇന്ത്യൻ നേവിയുടെ എംബ്ലം സിമ്പിൾ എയർഫോഴ്സിൻ്റെ അല്ലേ ഇത്, എയർഫോഴ്സിൻ്റെ നേവിയുടെ എയർഫോഴ്സിൻ്റെ നേവി എന്നത് ഈസ്റ്റേൺ നേവൽ കമാൻഡിൻ്റെ ഒരു ഇതും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, ഈസ്റ്റേൺ നേവൽ കമാൻഡ് ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഈ ഒരു മ്യൂസിയം ഓപ്പറേറ്റ് ചെയ്യുന്നത് VMRD എന്ന് പറയുന്ന നമ്മുടെ വിശാഖപട്ടണം മുനിസിപ്പലിൻ്റെ ടീംസാണെന്ന് തോന്നുന്നു. അവരും കൂടെ അസോസിയേഷൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ ചെല്ലുന്ന പോലെ തന്നെ ഫ്ലൈറ്റിനകത്തോട്ട് എൻ്റർ ചെയ്യുന്ന പോലെ തന്നെയാണിത്. ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളവിടെ ഇതിൽ കണ്ട ടയറുകൾ കാണാം, അതിൻ്റെ എഞ്ചിൻ്റെ ഭാഗങ്ങൾ കാണാം. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക് കിടക്കുകയാണ്. വെൽക്കം. അപ്പോൾ ഇൻസൈഡ് നോ ഫോട്ടോഗ്രാഫ് ഫോട്ടോ. വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് താഴെ വന്നപ്പോൾ വേറെ ഒന്നുമില്ലായിരുന്നു. കാരണം നമ്മൾ ടിക്കറ്റ് എടുത്തായിരുന്നല്ലോ. ടിക്കറ്റ് എടുക്കുമ്പോൾ വീഡിയോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഒരു ടിക്കറ്റ് വന്നത്. ഫോണിൽ വീഡിയോ എടുത്തോളാൻ പറഞ്ഞിട്ട് ടിക്കറ്റ് വന്നത്. അപ്പം പ്ലെയിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഞാൻ കാണിച്ചു തന്നില്ല, അവിടെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നോ വീഡിയോഗ്രാഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഇൻസൈഡ് പറ്റത്തില്ലെന്ന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല. കാരണം നമുക്കൊരു നിയമം അവർ ഉണ്ടാക്കി വെച്ചിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് നേവി, ആർമി എന്നൊക്കെ പറയാൻ നമ്മുടെ രാജ്യസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ അവിടെ അവരൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, അത് അനുസരിക്കുക തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും താഴെ വന്നതാണ്. താഴെ വന്നപ്പോൾ എന്നോട് പറഞ്ഞ് എടുത്തോ, കുഴപ്പമൊന്നുമില്ല, ടിക്കറ്റ് എടുത്താലേന്ന് ചോദിച്ചു. അപ്പോൾ അത് നേരത്തെ അവർ അവിടെ എഴുതി വെച്ചതുകൊണ്ടാണ് അങ്ങനെ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ താഴെ വന്ന് ചോദിച്ചു അവരോട്. അപ്പോൾ എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വീണ്ടും ഒന്നുകൂടെ എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അകത്ത് കയറിയിട്ട് ഞാൻ നിങ്ങളെ കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ വീണ്ടും ഒരു തവണ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വീണ്ടും എയർക്രാഫ്റ്റിൻ്റെ അകത്തേക്ക് എൻട്രൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് കുറച്ച് മുമ്പ് വീഡിയോ ഓഫ് ചെയ്ത് അവിടെ എഴുതി വെച്ചത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചല്ലോ, അകത്ത് നോ വീഡിയോഗ്രാഫി എന്ന് എഴുതി വെച്ചിങ്ങനെ കാണിച്ചല്ലോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ. പിന്നെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും താഴെ അവിടെ എൻട്രൻസ് വന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എടുത്തോ, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അതിനുള്ള ഈ ടിക്കറ്റും കാണിച്ചു കൊടുത്തു വീഡിയോഗ്രാഫി എടുക്കാനുള്ളത്. എനിക്ക് ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ചുണ്ടോ എന്തെങ്കിലും റൂൾസ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ മേലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആദ്യം കയറിയപ്പോൾ എടുക്കാതിരുന്നത്. പിന്നെ ഞാൻ അപ്പുറം ഇറങ്ങി തിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടാണിത്. ഇത് ഓക്സിജൻ ടാങ്കാണ്. ഇവിടെ നോ ഫോട്ടോഗ്രാഫി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ആ എയർക്രാഫ്റ്റിൻ്റെ ഓക്സിജൻ. ഇതെല്ലാം നമ്മളവിടെ സെപ്പറേറ്റ് ഈ ഓരോ സാധനങ്ങളും നമ്മൾ ആ റൂമിൽ കണ്ടായിരുന്നു ഈ ഒരു സാധനങ്ങൾ. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത്. ഇതാണ് നമ്മുടെ ബോംബ് വെച്ചേക്കണം. എല്ലാം ബോംബിൻ്റെ സാധനങ്ങളാണ്. അല്ല കേട്ടോ, ഇത് ബോംബല്ല, സോറി ക്ഷമിക്കണം. CO2 ഫയർ ഫൈറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. ബോംബ് പോലെ തന്നെ തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. CO2 ഫയർ ഫൈറ്റിംഗ് സിസ്റ്റമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് അന്നത്തെ ആ ഒരു പഴയ എയർക്രാഫ്റ്റിൻ്റെ ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ. ഇത്ര നമുക്ക് നേരെ നിന്ന് കഴിഞ്ഞാൽ തല ഇതിൽ ഇടിക്കും കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇതെന്ന് ഒരു പൊക്കമെന്ന് ഇറങ്ങി. ഈ ഒരു വലിയ സാധനമാണ് അന്ന് ആകാശത്തൂടി പറന്ന് നടന്നിരുന്നത്. ഒറിജിനലായിട്ട് ആകാശത്തൂടെ പറന്ന് നടന്നിരുന്നൊരു എയർക്രാഫ്റ്റാണ്. അതിൻ്റെ അന്നത്തെ ആ ഒരു തനിമ പോകാതെ തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ അന്ന് അവിടെ കണ്ടില്ല, സോണോബോയ് കാരിയർ. സോണോബോയ് നമ്മളവിടെ കണ്ടില്ലേ, ആ ഡിഫറെൻറ്റ് ടൈപ്പുള്ള സോണോബോയ്സ് എല്ലാം ഇവിടെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇവിടെ ഈ ഒരു സാധനം എങ്ങനെ അതാവട്ടെ വന്ന് ഇവിടെ ഇതുണ്ട്, ഇത് നേരെ ഓപ്പണാണ്. ഈ ഒരു ഹാച്ച് ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതുവഴിയാണ് ഈ ഒരു സോണോബോയ്സിനെ അവർ താഴേക്ക് കടലിലേക്ക് ഇട്ടുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ. നമ്മൾ കണ്ടില്ലേ, ഇത് പല ടൈപ്പുള്ള സോണോബോയ്സ് കണ്ടില്ലേ, അതിലൊന്നാണിത്. അതായത് ഈ ഒരു ഹാച്ച് ഓപ്പൺ ചെയ്തിട്ടാണ് ഇതിലെ താഴേക്ക് ഇട്ടുകൊണ്ടിരുന്നത്. ഇവിടെ സോണോബോയ്സ് വെച്ചിട്ടുണ്ട്. എല്ലാം ഓരോരോ ഇതാണ്. ഇത് PLAB 150 എന്ന് പറയുന്ന ബോംബാണ്. നമ്മൾ ആ ബോംബ് സെപ്പറേറ്റ് അവിടെ കണ്ടില്ലായിരുന്നു, ആ റൂമിൽ കണ്ടായിരുന്നു. അപ്പോൾ ആ ബോംബ് ഇവിടെ വെച്ചേക്കാണ്. ആ ബോംബ് ഇതുപോലെ തന്നെയാണ്. ഈ ഹാച്ച് ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. ഇതിലെ കൂടെ നേരെ അവർ ലൊക്കേഷൻ കണ്ടെത്തി അതിൻ്റെ മുകളിൽ കൊണ്ട് കപ്പലെങ്കിൽ കപ്പൽ, സബ്മറൈനെങ്കിൽ സബ്മറൈൻ്റെ മുകളിലേക്ക് ഇട്ട് ഇത് നേരെ കടലിൽ പോയിട്ട് അതിനെ പൊട്ടിച്ച് ചിന്നിച്ചെതിരച്ച് കളയും. മൈൻഡ് യുവർ ഹെഡ് എന്ന് വെച്ചാൽ ഇത്രയും പൊക്കമുള്ള ഈ ഒരു സംഭവത്തിന്. ഇതിൻ്റെ അകത്തെല്ലാം ബാക്കി എൻജിനിലേക്കുള്ള പൈപ്പുകളും വയറുകളും കണക്ഷൻസൊക്കെയാണ് ഇവിടെ പോയിരിക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ഓപ്പറേറ്റ് ചെയ്ത ആ മനുഷ്യരെ ഒന്ന് ഓർത്ത് നോക്കിക്കുക. ഇത്രയും ടെക്നോളജി വളർന്നിട്ടില്ലാതെ ആ കാലഘട്ടത്തിൽ ഇത്
ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അവർ ഈ ഓരോ വാറുകൾ എല്ലാം ജയിച്ചത്. നമ്മൾ സംബന്ധിച്ചുള്ള വാറുകളെല്ലാം ജയിച്ചതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ. ഇത് പിന്നെ ഇവിടെയാണ് കേട്ടോ ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവിടെ സീനിയർ നാവിഗേറ്റർ എന്നാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സീനിയർ നാവിഗേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഈ ഇരിക്കുന്ന ഓഫീസറായിരിക്കും സീനിയർ നാവിഗേറ്ററിൻ്റെ സീറ്റാണ് ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലൈറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റഡാർ, എനിക്ക് തോന്നുന്നു ഇത് റഡാറാണെന്ന് കേട്ടോ. ഇത് സോണാർ റഡാറൊക്കെയാണ് അതിൻ്റെ ഒരു ഹെഡ്സെറ്റ്. ഇപ്പോൾ ഹെഡ്സെറ്റ് മീൻസ് അതിൻ്റെ സൗണ്ട് പിടിച്ചെടുക്കുന്ന സംഭവങ്ങളെല്ലാം ഇരിപ്പുണ്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ളത്. പിന്നെ ഇപ്പറേ അവർ കൊടുത്തിട്ടുണ്ട് ടാക്കോ എന്നാണ് പേരിട്ടത്. പക്ഷേ അതെന്തുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ടാക്കോ എന്നാണ്. അതറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഈ ഒരു ലേഡി ഓഫീസറാണ് ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവരാണ് ഇതിൻ്റെ ടാക്കോ എന്ന് പറയുന്നത്. ടാക്കോ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവമെന്ന് എനിക്കറിയത്തില്ല. ഫ്ലൈറ്റിൻ്റെ ടാക്കോ എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. അതിൻ്റെ തൊട്ടിപ്പുറം ഈ സീനിയർ നാവിഗേറ്ററുടെ നേരെ ഓപ്പോസിറ്റ് ബാക്ക് സൈഡിൽ ഇവിടെ ഒരു ഓഫീസർ ഇരിപ്പുണ്ട്. പക്ഷെ അതെന്ത് ഓഫീസറാണ് ഇവിടെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ, സോണിക് എന്നാണ്. ബാക്കി മാഞ്ഞു പോയതാണോ എന്ന് അറിയത്തില്ല. സോണിക് എന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ഓഫീസറുണ്ട്. അപ്പോൾ 3 ഓഫീസേഴ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനി നമ്മുടെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണ് മെയിൻ കോക്പിറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എൻട്രൻസിൽ ഇവിടം വരെയുള്ള എൻട്രൻസ് കൊടുത്തത് തന്നെ. കോക്പിറ്റിൽ ഇവിടെ പൈലറ്റ്, ഫ്ലൈറ്റ് എഞ്ചിനീയർമാരുണ്ട്. ഇത് രണ്ടും ഫ്ലൈറ്റ് എഞ്ചിനീയേഴ്സാണ് തോന്നുന്നത്. ഇതിന് നിയന്ത്രിക്കുന്ന എഞ്ചിനീയേഴ്സിൻ്റെ സംഭവം. പിന്നെ അവിടെയാണ് കോപ്പൈലറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പറേ ഇരിക്കുന്നത് പൈലറ്റ് തന്നെയായിരിക്കും. ഇത് അങ്ങ് പൈലറ്റും കോപ്പൈലറ്റും. ഇത് അതിൻ്റെ എഞ്ചിനീയറിംഗ് സെക്ഷനിലുള്ള 2 ഓഫീസേഴ്സ് ആയിരിക്കും. ഇവരാണ് ഇതിനെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് പറഞ്ഞത്. ഇങ്ങനെയാണ് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ കോക്പിറ്റ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് ഇരിക്കുന്ന എനിക്ക് ഗണ്ണറായിരിക്കും. അത് ഗണ്ണാണ് അവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്ത്. പണ്ട് നമ്മുടെ ഈ പഴയ ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ വാർ സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫ്ലൈറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ചില സിനിമകളിലൊക്കെ കണ്ടു. അപ്പം ആ ഒരു സിനിമകളിലൊക്കെ കാണുന്ന പോലെ തന്നെയുള്ള ഫ്ലൈറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇതാണ് അതിൻ്റെ മെയിൻ കോക്പിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയാണ് അപ്പം നമ്മളുടെ ഈ ഒരു എയർക്രാഫ്റ്റ്. ഇതിൻ്റെ ഇരിക്കുന്ന ഈ ഫ്ലൈറ്റിൻ്റെ ഈ എയർക്രാഫ്റ്റിൻ്റെ അതിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ആ റൂമിൽ കണ്ടതാണ്. പിന്നെ അത് ഫ്ലൈറ്റിൽ എങ്ങനെയാണ്, ഈ എയർക്രാഫ്റ്റിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം നമ്മളിതിൻ്റെ അകത്ത് കണ്ടത്. ഇപ്പം താങ്ക് യു നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എയർക്രാഫ്റ്റിൻ്റെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊപ്പല്ലർ. നമ്മുടെ നേരെ മേളിൽ കൂടെ തന്നെ ഒരു ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്താണ് എയർപോർട്ട്. ആൾക്കാരെല്ലാം താഴെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മളുടെ എയർക്രാഫ്റ്റിൻ്റെ ആ എൻജിനും കാര്യങ്ങളൊക്കെ. ഇത്രയും വലിയൊരു എയർക്രാഫ്റ്റാണ് ഇത് കണ്ടോ. ഇത്രയും വലിയൊരു എയർക്രാഫ്റ്റാണ്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, അതിൻ്റെ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന ഭാഗമാണ് തോന്നുന്നു ആ ഫ്രണ്ടിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് നേരെ ഈ സാധനമൊക്കെ നമ്മൾ സെപ്പറേറ്റ് അവിടെ കണ്ട. ഈ ഒരു സാധനവും ഇതിൻ്റെ എൻജിൻ പാർട്ടൊക്കെ നമ്മൾ അവിടെ സെപ്പറേറ്റ് ആ റൂമിൽ കണ്ടായിരുന്നു. ഇതിൻ്റെ ആ വിങ്സിൻ്റെ നീളം കണ്ടു. ഈ ഒരു സാധനം ആകാശത്തിലെ പോകുന്നു. ആലോചിച്ച് ഫൈറ്റർ ജെറ്റ്, അന്നത്തെ കാലത്തെ ഫൈറ്റർ ജെറ്റാണ് ഇതെന്ന് പറഞ്ഞാൽ. അതിൻ്റെ ടയർ നമ്മളവിടെ സെപ്പറേറ്റ് കണ്ടായിരുന്നു. ഇതിൻ്റെ അടിഭാഗം കണ്ടോണം. അടിഭാഗം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ബോംബൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടോ. മറ്റേ ഹാച്ച് കണ്ടില്ലേ, ഈ ഒരു ഹാച്ച് തുറന്നിട്ടാണ് അന്ന് ആ ബോംബുകളൊക്കെ താഴേക്ക് വർഷിച്ചുകൊണ്ടിരുന്നത്. അതായത് നമ്മുടെ കടലിൽ കൂടെ പോകുന്ന ഇതിൻ്റെ അകത്ത് ഇത് നമ്മൾ മേളിൽ കൂടെ പോയപ്പോൾ ഞാൻ കാണിച്ചായിരുന്നു ആ ഹാച്ച്. ഇതാണ് ആ സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയാണ് അത് തുറക്കുന്ന സാധനങ്ങൾ. ഈ ഇത്രയും സംഭവത്തിലാണ് ആ ബോംബുകളും കാര്യങ്ങളൊക്കെ അവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റി ചേട്ടന്മാർ ഇവിടെ ഇരുന്നുകൊണ്ട് അവർ ചുമ്മാ ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ആരെയും അങ്ങനെ നിയന്ത്രിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഓൾറെഡി നേവി ഏരിയ ആയത് കാരണം എല്ലാവരും അതിൻ്റെ ആയിട്ടുള്ള അച്ചടങ്കം പാലിച്ചു. എന്നാലും കാണും കുറേ എണ്ണമൊക്കെ. മുമ്പ് നമ്മൾ കണ്ടില്ല ആ പിള്ളേരൊക്കെ വന്ന പോലെ. അതൊക്കെ ഒന്നും ഒറ്റയ്ക്ക് എവിടെ ചെന്നാലും കാണും ഇങ്ങനെ. ഇതാണ് അതിൻ്റെ വേറൊരു ഭാഗം. ഇത് വന്നിട്ട് ഇതിൻ്റെ ഈ എയർക്രാഫ്റ്റിൻ്റെ ഈ ടയർ നേരെ നമ്മൾ കണ്ടില്ല, ഈ അതായത് നമ്മൾ എന്താ പറയുന്നത്, ഇത് പറന്ന് മുങ്ങിക്കഴിയുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് വന്ന് കയറിയിരിക്കുന്നത്. ഇതിൻ്റെ ചോട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഈ ടയറിലൊക്കെ ഒന്ന് തൊട്ട് കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഒരു കാലത്ത് എത്ര റൺവേകളിൽ കൂടെ വിറപ്പിച്ച് പറന്നിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ എത്ര ഷിപ്പുകളെയൊക്കെ മുക്കിക്കളഞ്ഞിട്ടുള്ള ഒരു എയർക്രാഫ്റ്റൊക്കെ. അത്രയ്ക്ക് ചരിത്രമുള്ള ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കും ഈ ഇരിക്കുന്നത് പറഞ്ഞാൽ. അതിൻ്റെ ചുവട്ടിലാണിപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും കിട്ടി. ഇതൊക്കെ ഒന്ന് വന്ന് കാണാൻ വേണ്ടിയുള്ളൊരു ഭാഗ്യം കിട്ടി. എന്തായാലും ഫൈറ്റർ ക്രാഫ്റ്റിലൊന്നും നമുക്ക് ഒരിക്കലും കയറാൻ വേണ്ടി പറ്റത്തില്ല ഇനി.
കാരണം അതൊക്കെ കാരണമെങ്കിൽ നേവി ഓഫീസർ അല്ലെങ്കിൽ ആർമിയുടെ ഓഫീസറൊക്കെയാണ്. അതൊന്നും എന്തായാലും നമ്മളെ കൊണ്ട് നടക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയും ഒരു ചാൻസ് കിട്ടിയപ്പോൾ പോയി ഒന്ന് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു, ഒപ്പം തന്നെ അഭിമാനം തോന്നുന്നു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നു. ഇവിടെ നിൽക്കുമ്പോൾ വളരെ അഭിമാനം തോന്നുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് അതുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കാക്ക എൻ്റെ മേളിൽ കയറിയിരിക്കുന്നത്. ഇതാണ് ആ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സംഭവം തോന്നുന്നു. ആകാശത്ത് വെച്ച് തന്നെ ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സാധനമാണിത്. ഇതാണ് നമ്മളുടെ എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഒരു കാലത്ത് നമ്മുടെ റൺവേകളെയൊക്കെ വിറപ്പിച്ചുകൊണ്ട് പറന്ന് കിടന്ന ബോംബർ അല്ലെ ഫൈറ്റർ ജെറ്റ് ആണ്, അല്ല ഫൈറ്റർ വിമാനമാണ് നമ്മുടെ ബാക്കിൽ നമ്മൾ ഇത്ര നേരം കണ്ടത്. ഇതിൻ്റെ അകത്തെ ഓരോ അവർ അന്നത്തെ ഉപയോഗിച്ചിരുന്ന എക്യുപ്മെൻറ്റ്സൊക്കെ നമ്മൾ ആ റൂമിൽ മ്യൂസിയത്തിൽ കണ്ടു. അതിന് ശേഷം ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയും നമ്മളത് എവിടെയൊക്കെയാണ് അവർ പ്ലേസ് ചെയ്തിരുന്നതും കണ്ടു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ സബ്മറൈൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സബ്മറൈൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണാത്തവരൊന്ന് പോയി കാണുക. അതിൻ്റെ അകത്തും ഇതുപോലെ നമ്മളെ ഇന്ത്യൻ നേവി യൂസ് ചെയ്തിരുന്ന ഡീകമ്മീഷൻ ചെയ്ത സബ്മറൈൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത സ്ഥലത്ത് നിന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.